ഒരു ദിവസം കൊണ്ടാ ഫുള്ളായിട്ട് മാറിയത്. മിഴി കൊണ്ടാണ് ഞാൻ സലാം വെട്ടിക്കൊണ്ടിരുന്നത്. മിഴി കൊണ്ട് ഒട്ടും തിരിയത്തില്ല. ഇപ്പൊ നല്ല ഇത്രയും വരുന്നുണ്ട്. എന്റെ ശരീരത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി തുടങ്ങി. ഈ സോളർ പൊങ്ങൂല, ഇപ്പൊ സോളർ ശരിക്ക് കൈ പൊങ്ങാൻ തുടങ്ങി. ഒരു ദിവസം ട്രീറ്റ്മെന്റിന് ശേഷം കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഹാർട്ട് അറ്റാക്കിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ് അല്ലെ. ഒരു പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്. അവര് ഹാർട്ട് അറ്റാക്കിന് 3 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്. ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നു, മരുന്ന് പിടിച്ചു, വീണ്ടും അറ്റാക്ക് വന്നു, മരുന്ന് പിടിച്ചു. പിന്നെ ഞാനൊരു ആന്റിപ്ലാസ് കഴിഞ്ഞു, ഒരു സൈലന്റ് അറ്റാക്ക് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് വന്ന ഒരു 3 മാസമായിട്ടുള്ളത് കഴിഞ്ഞിട്ട്. അപ്പൊ വരുന്ന സമയത്ത് എന്റെ കൈ പൊങ്ങൂലായിരുന്നു, എന്റെ ഈ സോളർ പൊങ്ങൂല. ഇപ്പൊ സോളർ ശരിക്ക് കൈ പൊങ്ങാൻ തുടങ്ങി. ഇപ്പൊ ബാക്ക് കൈ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ കൈ കൊണ്ട് എല്ലാം ചെയ്യാന്ന് പറയുന്ന മാതിരിയായി. പിന്നെ അതേമാതിരി ശരീരത്തിന് നെഞ്ഞിന് ഇതിലെങ്ങനെ ചെറിയൊരു പിടുത്തുണ്ടായിരുന്നു കയറ്റെല്ലാം കയറുമ്പോൾ. ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ഈ കോണി കയറിയിട്ട് 4 കോണി കയറിയിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല 1 കിലോമീറ്റർ നടന്നിട്ട് ഞാൻ അങ്ങോട്ട് രാത്രി ഒന്ന് നടന്നു നോക്കി, വല്ല കുഴപ്പമുണ്ടാവുമെന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല. ഹാർട്ട് അറ്റാക്കിന്റെ വിഷയത്തില് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. ആ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു ബുദ്ധിമുട്ടിനാണോ ചികിത്സിച്ചത്, ആ ചികിത്സിച്ചതിന് ശേഷവും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് 2 ദിവസം ഇവിടെ കണ്ണടച്ചിരുന്നപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞത്. ഹാർട്ട് സംബന്ധമായ വിഷയങ്ങളുള്ളവർക്ക് ഇടത് കൈ പ്രത്യേകത ഉണ്ട്. അപ്പൊ ആ ഇടത്തെ കൈ പൊക്കാൻ കഴിയില്ലായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം പൊക്കാൻ പറ്റൂലായിരുന്നു, ഇപ്പൊ പൊക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം 2 കൈയും പൊക്കാൻ നല്ല രീതിയിൽ 2 കൈയും പൊങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും നാളും 2 കൈയും പൊങ്ങൂലായിരുന്നു. കൈയും പൊങ്ങൂലായിരുന്നു. കിടന്നിട്ട് ഇടത് ഭാഗം തിരിയാൻ പറ്റൂലായിരുന്നു. ഇപ്പോഴെനിക്ക് ഇടതും വലതും തിരിയാനും പറ്റും, സ്വാതന്ത്ര്യമായിട്ടും കിടക്കാനും പറ്റും. ബേക്കിലും കൈ രണ്ടും കറക്റ്റായിട്ട് ബേക്കിലും വഴങ്ങി വരുന്നുണ്ട്. കാലിന്റെ മുട്ടിന്റെ വേദന എല്ലാം എനിക്ക് നല്ല കുറവുമില്ല. വെറും 2 ദിവസം കൊണ്ടാണ്, വേറെ മരുന്നൊന്നും ഇല്ലല്ലോ. വെറുതെ ഇതേപോലെ കണ്ണടിച്ചിരിക്കുന്നു. ഇത്രയും ആളുകൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഇരുന്നതാണ്. ചൊവ്വാഴ്ച രാവിലെ തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നെഞ്ചിനൊരു ബുദ്ധിമുട്ടും ഇപ്പോഴും വരെയും ഇല്ല. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. ഒരടി നടക്കാൻ പറ്റത്തില്ല. വലത് കാല് തരിപ്പ് കൊണ്ട് കാലെടുത്ത് വെച്ച് നടക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോഴും 2 കാലിനും നല്ല വ്യത്യാസമായി വരുന്നുണ്ട്. കാല് വെച്ച് ഞാൻ നടക്കുന്നുണ്ട്. മുട്ടുവേദന മാറി. 2 ദിവസം കൊണ്ടല്ല, സത്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട്. കാരണം തിങ്കളാഴ്ച റിസൾട്ട് കിട്ടിയിട്ട് അത് ഇന്നലെ വന്നിട്ട് എന്നോട് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ മൂത്രത്തിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് മൂത്രം വയ്ക്കുന്ന പ്രശ്നം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ അതൊരു പ്രാവശ്യമായി. ഇന്നലെ പൂർണ്ണമായിട്ട് രാവിലെ വരെ ഉറങ്ങാൻ പറ്റും. രാവിലെ എണീറ്റാലും ഒരു 8 മണി വരെയൊക്കെ 3-4 പ്രാവശ്യം മൂത്രം വയ്ക്കേണ്ട കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ രാത്രി 3-4 പ്രാവശ്യം എണീക്കുമ്പോൾ നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ശരിക്കും ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ജോലിക്കൊക്കെ പോയാൽ ഇങ്ങനെ ആവിടുക ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഈ മേലും കൈയും വേദന, ക്ഷീണവും ഇതെല്ലാം മാറി. ഞാൻ വളരെ ഹാപ്പിയാണ് ആ വിഷയത്തിൽ. കാരണം ഇന്നലെ ഞാനൊരു 2 കൊല്ലത്തിന് ശേഷം ഇന്നലെയാണ് ഞാൻ രാവിലെ വരെ ഫുള്ളായിട്ട് ഉറങ്ങി. ഒരു 5 മണി വരെ ഫുള്ളായിട്ട് ഉറങ്ങിയിട്ട് എണീച്ചത്. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം മൂത്രം വെച്ചുള്ളൂ. മറ്റേ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് എനിക്ക് തന്നെ പണി. പിന്നെ 4-5 പ്രാവശ്യം മൂത്രം വയ്ക്കാൻ പോകണം. ജോലി സ്ഥലത്ത് പോയാൽ മൂത്രം വയ്ക്കാൻ പോകണം, പിന്നെ പുറത്തേക്ക് പോയാൽ മൂത്രം വയ്ക്കാൻ പോകണം. അപ്പോൾ ആ പ്രശ്നം എനിക്ക് ആദ്യ ദിവസം ഞാൻ വന്നന്ന് രാത്രി 2 മണിക്ക് ഞാൻ ഒരു പ്രാവശ്യം എണീച്ചു. ഇന്നലെ രാത്രി ഞാൻ രാവിലെ വരെ കിടന്നുറങ്ങി. ഭയങ്കര ഹൈറായി, സന്തോഷമായി. ഒരു ദിവസം കൊണ്ടാ ഫുള്ളായിട്ട് മാറി. പുള്ളി ഇവിടെ ശരിക്കും മയ്യത്തായിട്ടാണ് വന്നതെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഡെഡ്ലി അങ്ങനെ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു. ഞാനൊരു മയ്യത്തായിട്ടാണ് ഇവിടെ വന്നത്. പുള്ളിയുടെ അനുഭവം പറയട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡോക്ടർ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതിന് ശേഷം പുള്ളി എന്നോട് ഇൻട്രൊഡക്ഷൻ എനിക്ക് തോന്നി. പുള്ളി എന്നോട് അത്രയും കമ്പനി ആയിട്ടാണ് സംസാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അനുഭവം, എന്റെ പേഴ്സണൽ അനുഭവം മാത്രം പറയാൻ വേണ്ടി വന്നതാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ഈ ബാക്ക് പെയിനും പിന്നെ ഇതിന്റെ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന രോഗമായിരുന്നു എനിക്ക്. അതായത് ഇവിടെ വരുന്ന സമയത്ത് തീർത്തും എനിക്ക് അനങ്ങാൻ വരാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഫസ്റ്റിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയപ്പോൾ എനിക്ക് കസേരന്ന് പെട്ടെന്ന് എണീക്കാൻ പറ്റി. അതുകൊണ്ട് അത് നടുവേദന ഒരു 90% മാറി. പൂർണ്ണമായിട്ട് മാറി ഒന്നും ആയിട്ടില്ല, 90% മാറി. ഞാനിപ്പോൾ നന്നായിട്ട് 1 കിലോമീറ്റർ അപ്പുറത്താണ് ലോഡ്ജിലാണ് താമസം. പോയി വരികയാണ്, ഞങ്ങൾ നടന്നാണ് പോയി വരുന്നത്, ഞാനും വൈഫും കൂടെ. വളരെ വളരെ പ്രോഗ്രസ് ഉണ്ട് എനിക്കിപ്പം. എത്ര സമയം കൊണ്ട്, എത്ര ദിവസം കൊണ്ട്? 2 ദിവസം. 2 ദിവസം കൊണ്ട് ഉണ്ടായ പ്രോഗ്രസ് ആണ്. എന്നെ സംബന്ധിച്ച് 100% ഒന്നും തന്നെ പറയാം. അത്ര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഈ 2 ദിവസം. മോഡേൺ സയൻസിൽ എന്താണ് ഇതിന് പ്രതിവിധി പറഞ്ഞിരുന്നത്? സ്പോണ്ടിലൈസിസ് എന്ന് പറയുന്നത് മെഡിസിൻ കഴിക്കണം, പിന്നെ ഒരുപാട് എക്സർസൈസ് ഒക്കെ പറഞ്ഞിരുന്നത്. ഞാൻ കുറച്ചൊക്കെ ചെയ്ത് ഒരു കുറവില്ലായിരുന്നു. ഓസിലേഷൻ എന്ന് പറഞ്ഞ അവസ്ഥ, അതായത് സലാം വീട്ടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. 100% പെടലൊട്ടും തിരിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇത്രയും തിരി ഒട്ടും മിഴി കൊണ്ടാണ് ഞാൻ സലാം വീട്ടിക്കൊണ്ടിരുന്നത്. മിഴി കൊണ്ട്, കണ്ണുകൊണ്ട്.
ഒട്ടും തിരിയത്തില്ലായിരുന്നു. ഇപ്പൊ നല്ല ഇത്രയും വരുന്നുണ്ട്. അത് വലിയൊരു പ്രോഗ്രസ് ആണ്. ഒരു മരുന്നും കഴിച്ചിട്ടില്ല 2 ദിവസം കൊണ്ടല്ലേ? പിന്നെ പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത് കണ്ടുകൊണ്ട് ഗുളികയും കഴിക്കലും നിർത്തി. എനിക്ക് വലിയൊരു തലക്ക് ബ്ലഡ് കട്ടിയായിട്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നു. പിന്നെ അതിന്റെ ശേഷം മൂത്രം പോകില്ല, മൂത്രം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ മസിൽ പിടിക്കൽ, പ്രസവവേദന പോലത്തെ ഒരു വേദനയാണ്. അപ്പം മസിൽ പിടിക്കൽ മാറി, മൂത്രത്തിന്റെ അസുഖം മാറി.